നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കൊഞ്ച് കറിയാണ്. അപ്പോൾ അത്യാവശ്യത്തിന് ഗ്രേവി ആയിട്ടുള്ള ഒരു ടൈപ്പാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ കൊഞ്ച് നന്നായി കഴുകിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കൊഞ്ച് നന്നാക്കുന്ന രീതി ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ഇതാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്കിത് എങ്ങനെ വെക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു മീഡിയം സൈസ് ചെറുതായിരുന്നു, അത് കാരണം 3 ഇട്ട് കൊടുത്തത്. വലുതാണെച്ചെങ്കിൽ 2 ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴന്ന് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി അരച്ചിട്ടുള്ള പേസ്റ്റാണ്. ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കുള്ള വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 10 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, 10 പച്ചമുളക് ഇതാണ് ഇതിൽ അരച്ചെടുക്കുന്നത്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് നമ്മൾ മറ്റു മുളക് പൊടി ചേർക്കുമ്പോൾ എരിവ് കുറയ്ക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് നന്നായി ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം, മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കാരണം മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി മീനിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, കൊഞ്ചിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഫിഷ് മസാല ഇത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഓപ്ഷനാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതിലും കുറച്ച് എരിവുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എരിവ് നോക്കാൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇതെല്ലാം ഒരേ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എല്ലാം ഒരേ അളവ് ടീസ്പൂണിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചട്ടിയിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ മീഡിയം ഫ്ലെയിം എപ്പോഴും നിർബന്ധമായിട്ട് തന്നെ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം ശ്രദ്ധിക്കുക. നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 മീഡിയം സൈസ് തക്കാളിയാണ് ഇട്ടിരിക്കുന്നത്. ഈ തക്കാളി നന്നായി ഒന്ന് വെന്ത് വരുന്ന വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായി ഇതിലേക്ക് വഴറ്റിയെടുക്കാം. അപ്പോഴാണ് ഇതിലേക്കുള്ള മസാലകളൊക്കെ നന്നായി പിടിക്കുള്ളൂ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം എപ്പോഴും നമ്മൾ തിളപ്പിച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. നന്നായി ഇതൊന്ന് പിടിച്ച് വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം നന്നായി ഇതിലേക്കൊന്ന് ആയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായി ആയി വന്നിട്ട് ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരാനുള്ള വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഏകദേശം 1 ഗ്ലാസ് വെള്ളം മതിയാവും. ഇത് നന്നായി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് നന്നായി ആയി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 മിനിറ്റിലധികം നേരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്തതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നാളികേരം പാലാണ്. അപ്പോൾ ഞാൻ അരമുറി നാളികേരം എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പാലെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നിർബന്ധമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റേജിലും നമുക്ക് വേണമെങ്കിൽ ആക്കാം. കാരണം ആ ഒരു സ്റ്റേജിലും നിർത്താവുന്നതാണ്. പക്ഷെ നാളികേരം പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി ടേസ്റ്റ് ഒരു വേറെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമ്മൾ നാളികേരം പാല് ചേർക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ എരിവ് ഒരുവിധം ഇതായത് കേട്ടോ. നാളികേരം പാല് ചേർക്കാത്തവർ ഇത്രയ്ക്കധികം മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ നാളികേരം പാല് ചേർക്കാത്ത ഒരു രീതിയിൽ നോക്കുമ്പോൾ അത്യാവശ്യത്തിന് എരിവുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടി കുറയ്ക്കാം. അപ്പോൾ ഇതിൽ നാളികേരം പാല് ചേർക്കുന്ന കാരണം ഇത്രയും മുളക് പൊടിക്ക് ഒരു കുഴപ്പമില്ല. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ആവശ്യമെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിതിൽ എന്തായാലും നമ്മൾ ഉള്ളി, സവാളയും തക്കാളിയും വഴറ്റിയിട്ടുള്ള മെത്തേഡായ കാരണം ഞാനിതിലേക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കണേ. നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിലവർ ഇതിലേക്ക് ഗരം മസാല ചേർക്കും. ഇപ്പോൾ നമുക്ക് മസാല ചേർത്തില്ലെങ്കിൽ തന്നെയും നല്ല ടേസ്റ്റ് തന്നെയാണ്. അതിൻ്റെ ഒരു ഫ്ലേവർ താല്പര്യമുള്ളവർക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മല്ലിയിലേക്ക് ഒന്ന് കിടന്ന് ഒന്നും കൂടി ഒന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോൾ നമ്മുടെ നാളികേരം പാലൊക്കെ നന്നായി തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്.
നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്